ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ചെറിയൊരു പരിപാടിയാണ്. അടുക്കളയിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെയും കയറിയിട്ട് ചെറിയൊരു പ്രിപ്പറേഷനിലാണ്. എന്താ ഉണ്ടാക്കുന്നത് എന്നുള്ളത് ആയി കഴിഞ്ഞ് കഴിയുമ്പോഴേ പറയാൻ പറ്റത്തുള്ളൂ. രണ്ടുപേരും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ എല്ലാ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്ത് സെറ്റ് ചെയ്യാണ്. അപ്പം എന്താ പറയണ്ട, അടിപൊളി ഫുഡാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ അത് എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ചിക്കൻ കറിയാണ് കേട്ടോ. പക്ഷേ ആക്കി വരുമ്പോഴത്തേക്ക് എന്തായിരിക്കും എന്ന് പറയാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയാണ്. അപ്പം ആദ്യം പച്ചക്കറിയൊക്കെ അരിഞ്ഞ് കുറേ തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് ഞങ്ങൾ ഈ പരിപാടി ചെയ്യുന്നത് കേട്ടോ. ഞങ്ങൾ എല്ലാ ദിവസവും ഇങ്ങനെയൊന്നുമല്ല, ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കേ ചെയ്യലുള്ളൂ. പക്ഷേ എങ്കിൽ ഞാൻ ഇടയ്ക്ക് കൂടുതലൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൽ ഞാൻ മെയിനായിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞാൻ അവിടെ മൊബൈൽ പിടിച്ച് നിൽക്കുന്നതേ ഉള്ളൂ. പക്ഷേ എങ്കിൽ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും എല്ലാം പറഞ്ഞു കൊടുക്കുന്നതും ഞാനാണ് കേട്ടോ. അപ്പം ഞാനാണ് മെയിൻ ഷെഫ്. അപ്പം പലകയും അതെല്ലാം കൂടി കാണുമ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോകരുത്. ഞാൻ ചിരിച്ചോണ്ടേ ഞാനെല്ലാം അരിയുള്ളൂ കേട്ടോ. ചിരിച്ചോണ്ട് അരിയുന്ന ആളാണ് ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ അങ്ങനെ നമ്മൾ പാചകം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാചകത്തിൻ്റെ എന്താ പറയണ്ടേ, രാജാവ്. ഉള്ളി അരിയുന്നു, അതാക്കുന്നു, ഇതാക്കുന്നു. അപ്പം എങ്ങനെ ഉണ്ടെന്നും കൂടി നിങ്ങൾ അഭിപ്രായം പറയണം കേട്ടോ. കറി കണ്ടു കഴിയുമ്പോൾ, ടേസ്റ്റ് ചെയ്യാൻ ഏതായാലും നിങ്ങൾക്ക് പറ്റത്തില്ലല്ലോ. അപ്പോൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ വേറെന്താ, പച്ചമുളക് അത് പക്ഷെ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. ഞാൻ വെച്ചാൽ എൻ്റെ വിരൽ തന്നെ മുറിക്കുവാന്ന് കീറിയിടുക. അയ്യോ. പച്ചമുളക് നമ്മൾ എത്ര എണ്ണം എടുത്തു? 3 നിങ്ങൾ എണ്ണ എടുത്ത് കേട്ടോ. നമ്മൾ വെറുതെ പറഞ്ഞാൽ 3 ചിലപ്പോൾ അതിൽ കൂടാൻ കുറയാം. നമ്മുടെ ഇഷ്ടത്തിന്. നമ്മൾ പിന്നെ ചുമ്മാതല്ല, ഉണ്ടാക്കാനറിയാം. അപ്പം കണ്ട അതിൻ്റെ ഇടയ്ക്ക് പക്ഷെ വയറും എല്ലാണ്ട് തള്ളിപ്പോയിട്ട് ആ ഒരൊറ്റ തക്കാളിയിലാണ് വയറങ്ങെത്തിയത്. നോക്കിയ അപ്പുറത്തെ പറമ്പിലാണ്. എന്നത് മത്തങ്ങ. ഞാൻ ഫ്രണ്ടിലേക്ക് വന്നത്. അത് ഗൈസ്, അത് സാമ്പാറിനുള്ള മത്തങ്ങ എടുത്ത് വണ്ടിയിൽ വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് മടിയിലെടുത്ത് വെച്ചു. ഇതിൻ്റെ കൂട്ടത്തിൽ സാമ്പാറും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അത് കട്ട് ചെയ്തിട്ടിട്ട് ലാസ്റ്റ് സാമ്പാറാകാൻ സാധ്യത. ചിക്കൻ്റെ കൂട്ടത്തിലിടും മത്തങ്ങ. ഇതിപ്പോൾ മത്തങ്ങ അതെ കുമ്പളങ്ങ തിരിയത്തില്ല. മുന്നിലുള്ളതാ കേട്ടോ മത്തങ്ങ. അപ്പോൾ അങ്ങനെ ഫുഡ് പ്രിപ്പറേഷനിലൂടെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അടുത്തത് വെളുത്തുള്ളി നമ്മൾ പൊളിച്ചു. അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ പോവുകയാണ്. വീട്ടുകാരെ ഞെട്ടിച്ച ഒരു ഫുഡായിരുന്നു കേട്ടോ. ഒരു കറിയായിരുന്നു. വീട്ടുകാർ ശരിക്കും ഞെട്ടിപ്പോയി. പക്ഷെ അതിൽ വല്ലാത്ത വയറാ കേട്ടോ. അതാ ചട്ടിയിലോട്ട് കയറിയിരിക്കുകയാണ്. അതാരും കാര്യമാക്കണ്ട. അത്രയും ഭാഗം മുറിച്ച് കളയാൻ പറ്റും. അയ്യോ, സ്വയം ട്രോളുന്ന ടീംസ്. ഇത് വേറെ കഴിഞ്ഞില്ലേ? എത്ര നേരം ഇരിക്കാൻ തുടങ്ങിയിട്ട്. വെളുത്തുള്ളി അങ്ങനെ അരിഞ്ഞ് തീർത്തോണ്ടിരിക്കുന്നു. വെളുത്തുള്ളി തീർക്കുക. പിന്നെ അങ്ങനെ നമ്മൾ തുടങ്ങുകയാണ്. നമ്മൾ ഗ്യാസ് കത്തിച്ച്, സ്റ്റൗ കത്തിച്ചല്ലേ, ഗ്യാസ് അങ്ങനെ സ്റ്റൗവിന് തീയിട്ടു. അങ്ങനെ ഇനി എണ്ണ ഒഴിക്കുന്നു. അതിലേക്ക് നമ്മൾ കറിവേപ്പില ഇടുന്നു. ആയിട്ടില്ല. ഇത് നിങ്ങൾ ഉണ്ടാക്കുന്ന പോലെ തന്നെ കേട്ടോ. വലിയ പ്രത്യേകിച്ച് എണ്ണ ഇടുന്നതെന്നൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നിങ്ങൾക്ക് അറിയാം ഒരു ചിക്കൻ കറിയിൽ എണ്ണയൊക്കെ ഇടണ്ടേന്ന്. ചിക്കൻ ഇടാനില്ലേ. അങ്ങനെ പൊടികളും കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ അല്ലേ. നമ്മൾ പൊടികളും കാര്യങ്ങളെല്ലാം ഇടുന്നു. അത് നമ്മൾ ആദ്യം മറ്റേ ഇത് ഇടുന്നുണ്ടല്ലോടി, പെരിഞ്ചീരകം ഇടുന്നുണ്ട് കേട്ടോ. അത് ചിലപ്പോൾ എല്ലാവരും ചെയ്യുന്ന കാര്യമായിരിക്കില്ല, അതുകൊണ്ടാണ് ചുമ്മാ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അങ്ങനെ നമ്മൾ പിന്നെ കറിവേപ്പില ഇട്ടു. കറിവേപ്പില ഇടാൻ എത്ര മിനിറ്റ് അങ്ങനെ കറിവേപ്പില ഇട്ട് നമ്മൾ അടുത്ത അരിഞ്ഞു വെച്ച സാധനങ്ങൾ നമ്മൾ ചട്ടിയിലേക്ക് ഇടുകയാണ് കേട്ടോ. ഓരോ സാധനങ്ങൾ
എല്ലാം ഒരുമിച്ച് ഇട്ട് തോന്നുന്നല്ലേ? ഇല്ല, അതെ എല്ലാം കൂടെ ഒരുമിച്ച് ഒരുമിച്ചായിട്ടാ. സവോള, തക്കാളി, പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം കൂടി നമ്മൾ മിക്സ് ആക്കിയിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച കേട്ടോ. എന്നിട്ട് നല്ല രീതിയിൽ വഴറ്റി എടുക്കുകയാണ്. നമ്മളിങ്ങനെ വഴറ്റി എന്നിട്ട് ചിക്കൻ ഇതിൻ്റെ മുകളിലിടുക അല്ലടി. ചിക്കൻ മസാലയെല്ലാം ചേർത്തതിന് ശേഷം അപ്പം ഇനി എൻ്റെ അടുത്ത ഇളക്ക് വല്ലാണ്ട് ഇളക്കുന്നുണ്ടല്ലോ. അപ്പം നല്ലതാണ് ഇളക്കി. ഇത് വഴറ്റിയതിന് ശേഷം ഇതിനകത്തോട്ട് പൊടി ഇടും അല്ലടി. പൊടിയും കൂടി ഇട്ടിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് ചിക്കൻ ഇട്ട് ചിക്കൻ്റെ വെള്ളം ഇറങ്ങുന്നവരെ വേവിക്കും. ഇതുണ്ടോ പൊടി ഇടുന്നത്? ആദ്യം മഞ്ഞപ്പൊടി ഇടും. മഞ്ഞപ്പൊടി അങ്ങനെ ഇവരെല്ലാം സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ അല്ലേ? എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. വേറെ നമ്മളിങ്ങനെ പ്രത്യേകിച്ച് മസാലയൊന്നും ഇടുന്നൊന്നുമില്ല. നമ്മൾ സാധാരണ മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി, പിന്നെ ചിക്കൻ മസാല, പിന്നെ മഞ്ഞൾപ്പൊടി, ഇത്രയും നമ്മൾ ഇടുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയാണ്. ഇത്ര എരിവ് വേണം കേട്ടോ നമുക്ക്. അത്യാവശ്യം കുറച്ച് എരിവ് വേണം. കണ്ടോ, ഇപ്പം മനസ്സിലായി നിങ്ങൾക്ക് ചിക്കൻ കറിയാന്ന്. ഞങ്ങൾ ചിക്കൻ ഇല്ലാതെയും ചിക്കൻ കറി ഉണ്ടാക്കും കേട്ടോ. ഉരുളക്കിഴങ്ങ് വെച്ച് ചിക്കൻ കറി ആക്കലില്ലേ? ഞങ്ങൾ ചിക്കൻ മസാല എല്ലാത്തിനും ഉപയോഗിക്കും. സാമ്പാർ ഒഴികെ ബാക്കി എല്ലാത്തിനും ഞങ്ങൾ ചിക്കൻ മസാല ചിക്കൻ മസാല ഇട്ട് ഞങ്ങൾ ഉണ്ടാക്കലുണ്ട് കേട്ടോ. ഇതുപോലെ പൊടികളെല്ലാം മിക്സ് ചെയ്ത് നല്ല ശരിക്കും ചൂടാക്കി എടുക്കുക, വഴറ്റിയെടുക്കുക അല്ലേ, മൂപ്പിച്ചെടുക്കുക. അതിന് ശേഷം അതിൻ്റെ മേലേക്ക് ചിക്കൻ ഇടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചിക്കൻ ഇട്ട് കഴിയുമ്പോൾ നല്ല പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ. പക്ഷെ ഞാനിങ്ങനെയല്ല ചെയ്യുന്നത്. ഞാൻ സാധാരണ കുക്കറിനകത്ത് ചിക്കൻ ഇട്ടടിക്കും. എന്നിട്ട് ഇതുപോലെ വഴറ്റിയിട്ട് ആ ചിക്കൻ വെന്തത് ഇതിനകത്തോട്ട് മാറ്റും. അപ്പോൾ അങ്ങനെയും ചെയ്യാൻ വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെന്നുള്ളത് നിങ്ങളാണ്. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഇതുപോലെ. ചിലപ്പോൾ നിങ്ങൾക്കൊരു വെറൈറ്റി ആയിരിക്കും, ചിലപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ തന്നെയായിരിക്കും ചെയ്യുന്നത്. പക്ഷേ എന്താണെങ്കിൽ അടിപൊളിയാണ് സംഭവം. ഒട്ടുക്കത്തെ ടേസ്റ്റായി മാറി കേട്ടോ. നല്ല കളറായി അല്ലേ, നല്ല തിക്കുള്ള കളറായി മാറി. എങ്ങനെയുണ്ട്? കൊള്ളാമല്ലേ? കൊള്ളാമല്ലേ? ഇനി നമ്മൾ മൂടി വെക്കും. ഇല്ല, അടുത്ത ചിക്കൻ ഇടണം. ചിക്കൻ വേവിക്കാത്ത ചിക്കനാണേ. അതിനകത്ത് വെച്ചാൽ വേവിക്കുന്നത്. അതിനകത്ത് വെച്ച് വേവിക്കുമ്പോൾ അതിനകത്തെല്ലാം പിടിക്കുമല്ലോ ചിക്കനിൽ. അല്ലാതെ വേവിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം പിടിക്കത്തില്ലല്ലോ, കുറേ നേരം വെക്കണം. അതെ, അതിലും ഭേദം ഇത്. ഇല്ലേ പിന്നെ ചിക്കൻ ഫ്രൈ ആക്കണം, എന്നിട്ട് ഇടുവാണെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെയും വെക്കാൻ കറി. അതെ അല്ലേ? ചിക്കൻ ആദ്യം ഫ്രൈ ആക്കി വെച്ചിട്ട് ഇതിനകത്തോട്ട് മിക്സ് ചെയ്യുക. അത് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. എനിക്ക് ഫ്രൈ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇങ്ങനെ കറിയാക്കുന്നതിലും. ചിക്കൻ ഇട്ട് അത് ജസ്റ്റ് ഒന്ന് ഇളക്കണം അല്ലടി. മൊത്തത്തിലൊന്ന് ഇളക്കിയിട്ട് നമ്മൾ മിക്സാക്കി വെക്കും അല്ലേ. അടുത്തതായി ചിക്കൻ ഫ്രൈ ആവും. എന്നിട്ട് ഫുൾ ഇളക്കി അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? മൂടി വെക്കണം അല്ലേ. അപ്പം ചിക്കനിലുള്ള വെള്ളം ഇറങ്ങും. അപ്പോൾ നമ്മളിനി മൂടി വെക്കുന്ന ഇതിലേക്ക് കിടന്നു ശരിക്കും നല്ല ശരിക്കും അന്നേരം ടേസ്റ്റ് വരത്തുള്ളൂ. അല്ലെങ്കിൽ വെറും വളവളാണ്, വെളുത്തിരിക്കും. ചില ഹോട്ടലിൽ അപ്പം നമ്മൾ പാകം ചെയ്തുകൊണ്ടിരുന്ന ചിക്കൻ കറി റെഡി ആയോ ഇല്ലയോ എന്ന് നമുക്ക് തുറന്നു നോക്കാം. ഓക്കെ, തുറക്കൂ. ഓപ്പൺ. വാവ്, നൈസ്, പൊളി. അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ കറി ഉണ്ടാക്കിയ ആൾ ഞാനും. നൈസ് കറിയാണ്. യെസ്, കാലി നമുക്കിനി കഴിക്കാം കേട്ടോ. കറി ആയിട്ടുണ്ട്, ഇനി കഴിക്കാം.